സുന്ദരവനത്തിലെ എല്ലാ മൃഗങ്ങളും അടുപ്പമായി സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. ആ കാട്ടിൽ ഒരുപാട് വലിയ മൃഗങ്ങൾ ഉണ്ടായിരുന്നാലും ആ കാട് നോക്കിക്കൊണ്ടിരുന്നത് ഒരു നരിയാണ്. എന്തെന്നാൽ ആ നരിയുടെ സ്വഭാവം നല്ല സ്വഭാവം. ആ നരി വളരെ ബുദ്ധിശാലിയുമാണ്. അല്ലയോ മോട്ടു ബന്ദർ, സുന്ദർവനത്തിലെ വാർത്തകൾ എന്താണ്? അവിടെയുള്ള മൃഗങ്ങൾ തമ്മിൽ വഴക്ക് തുടങ്ങിയോ? ഇല്ലല്ലോ. അങ്ങുന്നേ, അങ്ങയുടെ മനസ്സിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം മറന്നേക്കൂ. അവരൊരിക്കലും പരസ്പരം പോരടിക്കില്ല. കാരണം ആ വനത്തിലാണ് മിടുക്കനായ കുറുക്കൻ താമസിക്കുന്നത്. അവൻ വളരെ മിടുക്കനാണ്. കാടിനകത്ത് എന്തു കുഴപ്പം വന്നാലും അവൻ തന്നെ നേരിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. അതുകൊണ്ട് ആ കാട് ഭരിക്കുന്നത് പോലും അവൻ തന്നെയാ. നിർത്ത്. ഒരുപാട് വർഷങ്ങളായി ഞാൻ ആ കാട് ഭരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. പക്ഷേ എന്റെ ആ സ്വപ്നം ഇതുവരെ സഫലമായിട്ടില്ല. ഇപ്പോൾ മിടുക്കനായ കുറുക്കൻ ഭരിക്കുന്ന കാടില്ലേ, അവിടെ രാജാവായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ അങ്ങുന്നേ, അതൊക്കെ എങ്ങനെ സാധ്യമാകും? എന്റെ കയ്യിൽ നല്ലൊരു തന്ത്രമുണ്ട്. അങ്ങനെ പറഞ്ഞ സിംഹം അതിനൊരു ആലോചന നൽകി. ബുദ്ധിശാലി നരി എപ്പോഴും വൈകുന്നേര സമയമാണ് കാട് ചുറ്റിക്കാണാനായി പോകുന്നത്. എന്തെന്നാൽ കാട്ടിലേതെങ്കിലും വേട്ടക്കാരൻ വന്നു എന്നറിയാൻ. അന്ന് വൈകുന്നേരം ബുദ്ധിശാലി നരി അതിലൂടെ പോകുമ്പോൾ മോട്ടു കരഞ്ഞുകൊണ്ട് അതിന് മുന്നിലേക്ക് വന്നു. ചതുർ കുറുക്ക, പെട്ടെന്ന് തന്നെ നീ എന്റെ കൂടെ വാ. അല്ല, എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് കരയുന്നത്? ചതുർ കുറുക്ക, ഞങ്ങളുടെ കാട്ടിലേക്ക് കടങ്കഥയുമായിട്ടൊരു ആന വന്നു. അവൻ ഞങ്ങളുടെ കാട്ടിലുള്ള മരങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ചില മൃഗങ്ങൾ അവനോട് അവിടെ നിന്നും പോവാൻ പറഞ്ഞു. അവൻ അവരോടൊരു കടങ്കഥ പറഞ്ഞു. കടങ്കഥയുടെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവൻ അവരെ കൊന്നുകളയും. എന്നിട്ട് അവൻ പറയും, ഏതെങ്കിലും മൃഗം അവന്റെ കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞാൽ അവൻ ഈ കാട്ടിൽ നിന്ന് പോവുമെന്ന്. അല്ലെങ്കിൽ ഒരിക്കലും അവൻ അവിടെ നിന്നും പോവില്ലെന്ന്. ഇതുപോലെ മൃഗങ്ങളെ കൊല്ലുന്നത് തുടരുമെന്ന്. ഇത് വളരെ വിചിത്രമായ കാര്യമാണല്ലോ. എനിക്ക് ഉറപ്പുണ്ട് കടങ്കഥയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന്. കാരണം നിങ്ങൾ ബുദ്ധിമാനാണല്ലോ. ദയവ് ചെയ്ത് എന്റെ കൂടെ വരണം. അല്ലെങ്കിൽ അവൻ ഞങ്ങളുടെ കാട് നശിപ്പിച്ചു കളയും. ശരി, ഞാൻ കൂടെ വരാം. ബുദ്ധിശാലി നരി ഉടനെ കുരങ്ങിനോടൊപ്പം അവിടെ നിന്ന് പോയി. പക്ഷി അത് കാടിന്റെ മധ്യഭാഗത്ത് വന്നതും അതിന്റെ കാല് ഒരു കയറിൽ തട്ടി. അത്ര തന്നെ ഒരു വലിയ കൂട് വന്ന് അതിന്റെ മേൽ വീണു. അല്ല, ഈ കൂട് ഇത് എവിടെ നിന്ന് വന്നു? അപ്പൊ അവിടെ ഒളിച്ചിരുന്ന് സിംഹം പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് കൊള്ളാലോ. ഞാൻ നിന്നെ കെണി വെച്ച് കുടുക്കിയിരിക്കുകയാണ് ചതുർക്കുറുക്ക. അതിനർത്ഥം ഇതെല്ലാം നിന്റെ തന്ത്രമായിരുന്നല്ലേ? അതെ, ഇതെല്ലാം ഞങ്ങളുടെ തന്ത്രമായിരുന്നു. നിനക്ക് അധികകാലം ഈ കൂടിനകത്ത് ഇങ്ങനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. എന്റെ കാട്ടിലെ മൃഗങ്ങൾ എന്നെ അന്വേഷിച്ച് തീർച്ചയായും ഇവിടെ വരും. നീ നോക്കിക്കോ, പിന്നീട് നിന്റെ അവസ്ഥ എന്താകുമെന്ന്. നിന്നെ അവിടെ കാണാതാവുമ്പോ മാത്രമല്ലേ അവർ നിന്നെ തേടി വരികയുള്ളൂ. അത് പറഞ്ഞത് കേട്ട നരിക്ക് ഒന്നും മനസ്സിലായതേയില്ല. കല്ലുക്കുറുക്ക, മുന്നോട്ട് വരൂ. അപ്പ ആ സ്ഥലത്തേക്ക് ബുദ്ധിശാലി നരിയെ പോലുള്ള മറ്റൊരു നരി കൂടി വന്നു. അതിനെ കണ്ട് ബുദ്ധിശാലി നരി ആശ്ചര്യപ്പെട്ടു. ഇന്നു മുതൽ നിന്റെ കാട്ടിൽ ഇവനായിരിക്കും നിന്റെ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ എന്റെ പദ്ധതി വിജയിക്കും. അങ്ങനെ പറഞ്ഞവർ 3 പേരും ഉറക്കെ ചിരിച്ചു. അതിനുശേഷം സിംഹം ആ മറ്റൊരു നരിയെ സുന്ദര വനത്തിലേക്ക് അയച്ചു. അടുത്ത ദിവസം രാവിലെ ആ വ്യാജ നരി പ്രാവിനോട് പറഞ്ഞു, മാടപ്രാവേ, കാട്ടിലെല്ലായിടത്തും ഞാൻ പറയുന്നത് പ്രചരിപ്പിക്കൂ. ഉച്ച കഴിഞ്ഞ് എല്ലാ മൃഗങ്ങളെയും കൂട്ടി ഒരു യോഗം നടത്തുന്നു. പിന്നെ അതിൽ എല്ലാവരും പങ്കെടുക്കണം. ശരി ചതുർ കുറുക്ക. കുറച്ചു നേരത്തിൽ പ്രാവ് ഈ കാര്യം കാട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു. ഉച്ച സമയത്ത് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും നരി എവിടേക്ക് വരാൻ പറഞ്ഞു അവിടേക്ക് വന്നെത്തി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുറച്ചു ദിവസം എന്റെ സഹോദരനെ കാണാൻ വേണ്ടി അടുത്ത കാട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഈ കാടിനെ ഭരിക്കാൻ വേണ്ടി ഒരു ശക്തനായ മൃഗം വേണമെന്നാണ്. ആന, ജിറാഫ്, കരിമ്പുലി, കാട്ടുപോത്ത്, ഈ 4 പേരും കാട്ടിലെ രാജാവാകാൻ യോഗ്യതയുള്ളവരാണ്. പക്ഷെ കാട്ടിൽ 4 പേർക്ക് ഒരുമിച്ച് ഭരിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് മാത്രമല്ലേ രാജാവാകാൻ കഴിയൂ. ചതുർ കുറുക്ക, എന്നാൽ നിങ്ങൾ പറയൂ, ആരെ രാജാവാക്കണമെന്ന്? എന്റെ അഭിപ്രായത്തിൽ
ഈ 4 പേരും തമ്മിൽ അടികൂടണം. ആ കൂട്ടത്തിൽ ആരാണോ ശക്തൻ അവരായിരിക്കും ഈ പന്തയത്തിൽ ജയിക്കുക. അവനെ ഞാൻ ഈ കാട്ടിലെ അടുത്ത രാജാവായി നിയമിക്കുന്നതാണ്. നരി പറഞ്ഞത് കേട്ട് എല്ലാ മൃഗങ്ങളും ആശ്ചര്യപ്പെട്ടു. അപ്പോ നരി പറഞ്ഞു, നാളെ രാവിലെ തന്നെ എല്ലാ മൃഗങ്ങളും ഈ സ്ഥലത്ത് ഒത്തുകൂടണം. ഈ 4 പേരും തമ്മിൽ യുദ്ധം ചെയ്യുന്നതായിരിക്കും. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അംഗീകരിക്കാറില്ലേ? ഇതും നിങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞ് നരി അവിടെ നിന്ന് പോയി. അതിനുശേഷം എല്ലാ മൃഗങ്ങളും അവരവരുടെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം മോട്ടോക്കുരങ്ങൻ സിംഹത്തിനടുത്ത് ചെന്നു. അവിടെ പറഞ്ഞു, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നു സിംഹരാജാവേ. നാളെ നമ്മുടെ കുറുക്കൻ ആ കാട്ടിലെ മൃഗങ്ങളെ പരസ്പരം പോരടിപ്പിക്കാൻ ഒരുങ്ങുന്നു. ആ കാട്ടിലെ വലിയ മൃഗങ്ങളെല്ലാം പോരാട്ടത്തിൽ കൊല്ലപ്പെടും. ശേഷം അങ്ങായിരിക്കും ആ കാട്ടിലെ രാജാവ്. ഇന്ന് നീ എന്നോട് വളരെ നല്ലൊരു വാർത്ത പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. രാവിലെ ആയതും ചെറുതും വലുതുമായ എല്ലാ മൃഗങ്ങളും അവിടേക്ക് വന്നു. സുന്ദര വനത്തിൽ അത് ആദ്യമായാണ് നടക്കാൻ പോകുന്നത്. അവിടെയുള്ള മൃഗങ്ങൾ എല്ലാവരും പരസ്പരം എതിരിടാൻ പോകുന്നു. അതുകൊണ്ട് ആ വഴക്ക് കാണാനായി എല്ലാ മൃഗങ്ങളും അവിടെ എത്തിയിരുന്നു. ആന, ഒട്ടകം, കരിമ്പുലി, കാള എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. നരി മുകളിൽ നിന്ന് മനസ്സിനുള്ളിൽ സന്തോഷിച്ചുകൊണ്ടേയിരുന്നു. ശരി, ഞാൻ 3 തവണ എണ്ണുമ്പോഴേക്കും നിങ്ങൾ അടി തുടങ്ങിയിരിക്കണം. 1, 2, 3 തുടങ്ങിക്കോളൂ. അങ്ങനെ പറഞ്ഞുടനെ ആന അതിന്റെ തുമ്പിക്കൈ കൊണ്ട് നരിയെ വലിച്ച് ദൂരേക്കായി എറിഞ്ഞു. അതിനുശേഷം 4 പേരും ചേർന്ന് നരിയെ അടിക്കാനായി തുടങ്ങി. നിങ്ങൾ ഇതെന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ തമ്മിലാണ് വഴക്കിടേണ്ടത്. അവർ 4 പേരും നരി പറഞ്ഞതേ കേട്ടില്ല. അതിനെ ഒരുപാട് തന്നെ. അത് കണ്ട് എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. നരി അവശനായപ്പോഴാണ് ആ 4 പേരും വെറുതെ നിന്നത്. നിങ്ങൾ എല്ലാവരും എന്നെ ഉപദ്രവിച്ചു. ഈ ചതുർ കുറുക്കനെ ഉപദ്രവിച്ചു. ഇല്ല, ഞങ്ങൾ ചതുർ കുറുക്കനെതിരെ ഒരിക്കലും കൈ ഉയർത്തില്ല. നീ ഇതെന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ വഴക്കിടണമെന്ന് നീ പറഞ്ഞപ്പോഴേ ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിരുന്നു നീ ഞങ്ങളുടെ ചതുർ കുറുക്കനല്ല എന്നുള്ളത്. എന്നാൽ ഞങ്ങൾക്ക് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു ഞങ്ങളുടെ യഥാർത്ഥ ചതുർ കുറുക്കൻ എവിടെയാണെന്നുള്ളത്. അതുകൊണ്ട് വൈകിട്ട് മാടപ്രാവിനെ നിന്റെ പിന്നാലെ വിട്ടു. പിന്നീട് നീ മോട്ടുബന്ദറിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ കേട്ടു. ഞങ്ങളുടെ യഥാർത്ഥ ചതുർക്കുറുക്കനെ ഞങ്ങൾ മോചിപ്പിച്ചു കഴിഞ്ഞു. അപ്പ അവിടേക്ക് ബുദ്ധിശാലി നരി സന്തോഷത്തോടെ വന്നു. നിങ്ങൾ വളരെ മിടുക്കന്മാരായ ആളുകളാ. അതിന് കാരണം ഞാൻ പറയുന്നതെല്ലാം അവർ അനുസരിക്കുന്നു. ഞാനാണ് അവരെല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരിക്കലും വഴക്കിടരുതെന്ന്, കാട്ടിൽ സ്നേഹത്തോടെ ജീവിക്കണമെന്ന് നീ അവരോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടില്ലേ? അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. ആ അബദ്ധം ചെയ്തതുകൊണ്ടാണ് നീ പിടിക്കപ്പെട്ടത്. അയ്യോ, എനിക്ക് വയ്യായേ. എനിക്ക് എണീറ്റ് നടക്കാൻ പോലും വയ്യായേ. നിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു തരാം. അങ്ങനെ പറഞ്ഞ കാള ഒരു ചവിട്ട് വെച്ച് കൊടുത്തതിൽ നരി പറന്നു പോയി ദൂരെ ചെന്ന് വീണു. എല്ലാ മൃഗങ്ങളും അത് കണ്ട് സന്തോഷമായി ചിരിച്ചു. അതിനുശേഷം എല്ലാവരും ബുദ്ധിശാലി നരിയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാതാക്കിയാൽ നമ്മുടെ സന്തോഷവും ഇല്ലാതാകും.